അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഗ്യാസ് കത്തിച്ചു. എണ്ണ ചൂടാവട്ടെ, കടുകിട്ട് നോക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് സബോളയും പച്ചമുളകും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഇലയ്ക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അരച്ച് വെച്ച് വേവിക്കാം. നമുക്ക് വെണ്ടയ്ക്കയിലേക്കുള്ള തേങ്ങ ചേർക്കാം കേട്ടോ. ഇന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക് നന്നായി വാടിയിട്ടുണ്ട്. വെണ്ടയ്ക്ക് അധികം വേവൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് തേങ്ങ കൂടി അധികം കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഇത് അരച്ച് വെച്ച് വേവിക്കാം കേട്ടോ. മോന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കട്ടെ. ഇന്നലെ മീൻ വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു, അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാണ്, തണുപ്പ് പോട്ടെ. ഞാൻ രാവിലെ തന്നെ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കട്ടെ കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ഹാഫ് നാരങ്ങ പിഴിഞ്ഞാണ്. ഞാൻ കുറേ നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. വയറ് കുറയാൻ ബെസ്റ്റാണെന്ന് പറയും. ചിയാ സൈഡ് ഇട്ടിട്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചിയാ സൈഡ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നാരങ്ങ മാത്രമേ ഉള്ളൂ. ഇതിൽ തേനും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇത് നേരമൊക്കെ വെളുത്തു, വെയിൽ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക എന്തായി നോക്കാം. ഇത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അങ്ങനെ ഇതും സെറ്റ് ആവട്ടെ. ഇനി നമുക്ക് മീൻ വെട്ടണം. മീൻ അയിലുണ്ട്, പിന്നെ മത്തി കുറച്ചുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മീൻ വെട്ടണം. മോൾ എടുക്കുന്നതിന് മുമ്പ് മീൻ വെട്ടിയാൽ ആ പണി അങ്ങ് തീരും. നമുക്ക് മീൻ വെട്ടാം. മീൻ കണ്ടോ, അയിലുണ്ട് കേട്ടോ. മത്തി ചെറിയ മത്തിയാണ്, കണ്ടോ, ചെറിയ മത്തി.
അപ്പോൾ നമുക്ക് മീൻ വെട്ടിയെടുക്കാം കേട്ടോ. മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാനും വറക്കാനും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതിന് മുമ്പ് മോനെ വിളിക്കട്ടെ കേട്ടോ. സമയം ഇപ്പോൾ 7:30 മോനെ വിളിച്ച് കേൾപ്പിക്കട്ടെ. ഗുഡ് മോർണിംഗ് ബാ. പിന്നെ സ്കൂളിൽ പോകണം, കുളിക്കണം, റെഡിയാവണം, ഫുഡ് കഴിക്കണം അല്ലേ? ഭയങ്കര ക്ഷീണം കുട്ടിക്ക്, പഠിച്ച് വയ്യാണ്ടായി അല്ലടാ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. സമയം ലേറ്റായി, വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് മസാലകളെല്ലാം തേച്ച് വെക്കട്ടെ. മീനിൽ വറക്കാനുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി ഇട്ടു. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇതിന് നല്ലൊരു മണവും സ്വാദൊക്കെ ഉണ്ടാവും. നമ്മൾ എണീറ്റിട്ടുണ്ട്, അതിൻ്റെ കച്ചിലാണ് കേൾക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി അടി കേട്ടോ. നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞേ. മേടിച്ചോ? കരയണ്ട. എന്തോ കരയണ എന്തിനാ? അമ്മ എടുത്തില്ലേ? കരയരുത്. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ കരച്ചിൽ പതിവാണ്. ഒന്നുമില്ലെങ്കിൽ അച്ഛൻ എടുക്കണം, അല്ലെങ്കിൽ അമ്മ എടുക്കണം. കരഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ഓക്കെ ആവട്ടോ. ഹലോ ഗായ്സ് എന്ന് പറഞ്ഞേ. ഹലോ ഗായ്സ് അങ്ങനെ പറയാ. അമ്മേനെ കിങ്ങിനെ എങ്ങനെ പറയാ? കിങ്ങു എയർപ്ലെയിൻ എവിടെ? എയർപ്ലെയിൻ. അയ്യോ, എയർപ്ലെയിൻ പോണോ? കിങ്ങു കണ്ടോ? എയർപ്ലെയിൻ കണ്ടോ? എവിടെ എയർപ്ലെയിൻ? എൻ്റെ മോൾക്ക് എയർപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ശബ്ദം കേട്ട് അപ്പോടി മുട്ട് ചെല്ലും. എന്നിട്ട് മുകളിലേക്ക് നോക്കും. ഇത് അമ്മ എറേഷ്യ എന്ന് പറയും. ഇല്ലേ? എങ്ങനെ പറയാ? ഏറേഷ്യാണോ? ഇത് മണ്ണെനിക്ക് ഒരു ചക്കരുമോ ചക്കറും മതി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ കുട്ടി അടിച്ചതുകൊണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് വിചാരിച്ചത്, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് എൻ്റെ വീഡിയോസ്. എനിക്ക് മോനെ സ്കൂളിലേക്ക് വിടണം, അതൊക്കെ ഷോർട്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്ക്, ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ, ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ, എന്താ ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.